Maya Yajna, sacrifices through intellect, mind, senses, vital layers, and body aggregate. That body, pranan, annamaya kosham, pranamaya kosham, manomaya kosham, vijnanamaya kosham, ella, adella, adine namala sacrifices cheyidonda. Avarekonde sacrifices cheyidittu namala mollekku uyaran shramikunna pravarthanangal. Sacrificing of the objects of the world. അപ്പോൾ അതിൽ സ്കിൽസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, ന്യൂ സ്കിൽസ് ഉണ്ടാവാം, ഉള്ള സ്കിൽസിൻ്റെ എൻഹാൻസ്ഡ് പ്രൊഡക്ടിവിറ്റി, ന്യൂ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കൽ, പിന്നെ മൈൻഡ് കൺട്രോൾ, ദ കേപ്പബിലിറ്റി ടു കൺട്രോൾ യുവർ മൈൻഡ്, ദ കേപ്പബിലിറ്റി ടു കൺട്രോൾ യുവർ സെൻസസ്, ദ കേപ്പബിലിറ്റി ടു കൺട്രോൾ യുവർ പ്രാണാസ്, ദ കേപ്പബിലിറ്റി ഓഫ് സെൽഫ് റെസ്ട്രെയിൻഡ് ടു കൺട്രോൾ യുവർ ഇന്റലക്ട്, ആൻഡ് ഡൂയിങ് ചാരിറ്റീസ്, ഓസ്റ്റെറിറ്റീസ് ആൻഡ് അതർ യോഗ പ്രാക്ടീസസ്, സ്റ്റഡീസ് ലീഡിങ് ടു നോളജ്, breath control and meditation, food control. ഇതൊക്കെ പറഞ്ഞു, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം outward sacrifices. All this, with all this you can progress. But much more than this is the next one, the inner sacrifice, actions that are rooted in the joys of the self, in the knowledge of the self. ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, through identification with the self, or completely motivated by the joys of the self. അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് സാക്രിഫൈസ് ഇൻ നോളജ്, അല്ലെങ്കിൽ ജ്ഞാനയജ്ഞം എന്ന് പറയുന്ന, അതാണ് വിജ്ഞാനം എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്. അതിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നു. സെൽഫുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നതായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ, അതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതാണ് ദ ഗ്രേറ്റസ്റ്റ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. ആ സാക്രിഫൈസസിലേക്കാണ് നമ്മൾ ഉയരേണ്ടത് എന്നാണ് ഇവിടെ 4:33 കൊണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ പിന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഹൗ ക്യാൻ യു ഗെയിൻ ദ റൈറ്റ് നോളജ്? ഈ നോളജ് ഇനി ചെയ്യാനായിട്ടുള്ള നമ്മളുടെ മനസ്സിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് അടുത്ത കുറച്ച് ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത്. ഹൗ ക്യാൻ യു ഐഡന്റിഫൈ വിത്ത് ദ സെൽഫ്? അതിനുള്ള പ്രോസസ്സ് എന്താണ്? അപ്പൊ ഇത് ഈ നോളജ്, ആത്മതത്വത്തിനെ മനസ്സിലാക്കാനായിട്ടുള്ള സെയിം പ്രോസസ്സ്, ഇറ്റ് ഈസ് ഈവൻ ആപ്ലിക്കബിൾ ഇൻ ദ ഔട്ട്സൈഡ് വേൾഡ് ഓൾസോ. മറ്റുള്ള നോളജുകൾ അക്വയർ ചെയ്യാൻ ഇതേ പ്രോസസ്സ് ബാധകമാണ്. അപ്പൊ നമുക്ക് ഇറ്റ് ക്യാൻ ജനറലൈസ് ദിസ് ആസ് ദി പ്രോസസ് ഓഫ് നോളജ് അക്വിസിഷൻ. അതാണ് അടുത്ത കുറച്ച് ശ്ലോകങ്ങളിൽ പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് 2 ശ്ലോകങ്ങളാണ് അതിന്റെ കോർ. അത് 34 39 അതിന്റെ ഇടയിലുള്ള 2-3 ശ്ലോകങ്ങൾ അതിന്റെ കൂടുതൽ അഡീഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം ഇതുവരെ കേട്ട സാക്രിഫൈസസ്. ശരീരം, സെൻസസ് ചെക്ഡ് ടു കൺട്രോൾ ബോഡി. അപ്പൊ സെൻസസ് ഉപയോഗിച്ച് ശരീരത്തിനെ കൺട്രോൾ ചെയ്യാം ഒരു സാക്രിഫൈസ്. ഏറ്റവും റൈറ്റ് സൈഡിൽ ഉള്ളത് നോക്കിയാൽ മതി. സെൻസസ് ഉപയോഗിച്ച് ബോഡി, ശരീരത്തിനെ, സെൻസസ് ഉപയോഗിച്ച് ബോഡിയെ കൺട്രോൾ ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ പ്രാണൻ ഉപയോഗിച്ച് സെൻസസിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ മനസ്സ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ കൺട്രോൾ ചെയ്യാം. പ്രാണൻ, സെൻസസ്, ബോഡി. അല്ലെങ്കിൽ ഇന്റലക്ട് ഉപയോഗിച്ചിട്ട് മൈൻഡിനെ കൺട്രോൾ ചെയ്യല്. പിന്നെ ഈ ഇന്റലക്ട് ഉപയോഗിച്ച് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു എന്താണ്, സെൽഫ് റെസ്ട്രെയിൻഡ് ആണ്. അപ്പൊ ഇവിടെ വി ഹാവ് ദ സെൻസ് കൺട്രോൾ, മൈൻഡ് കൺട്രോൾ, സെൻസ് കൺട്രോൾ, പ്രാണ കൺട്രോൾ, മൈൻഡ് കൺട്രോൾ, ഇന്റലക്ട് കൺട്രോൾ. ഇനി ഇന്റലക്ട് കൺട്രോൾ മാത്രം അതൊക്കെ പ്രോസസ്, ബാക്കിയുമായിട്ടുള്ള പ്രോസസ് കുറച്ചും കൂടി ഉള്ളിലേക്ക് വരണം. നോളജ് ഇൻജെക്ട് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? വാസനാസ് ആർ കൺട്രോൾഡ്. യൂസിങ് ദ വാസനാസ് ആർ നൗ കൺട്രോൾഡ്. ചെക്ക് ടു കൺട്രോൾ ഇന്റലക്ട് ത്രൂ നോളജ് ഉപയോഗിച്ചിട്ട്. അപ്പോഴാണ് വാസനകളിൽ വ്യത്യാസം വരുത്താൻ സാധിക്കുന്നത്, നോളജ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇൻസ്പയർഡ് ബൈ ദ സെൽഫ്. സെൽഫ് ഈസ് ഇൻ ടോട്ടൽ കൺട്രോൾ ത്രൂ ദ നോളജ് ഓഫ് ദ സെൽഫ്. അങ്ങനെയാണ് ഇതാണ് ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് പെർഫെക്ഷൻ. അപ്പൊ ഇങ്ങനെ പല സ്റ്റേറ്റുകളിൽ പല ആൾക്കാർ പലതും ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അവിടെ ആ ഓരോ ചെയ്യുന്നതിനനുസരിച്ച് അനുസൃതമായിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടും എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ നോളജിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. ത്രൂ നോളജ് അതെങ്ങനെയാണ് അക്വയർ ചെയ്യുക, ഓൺ നോളജ് അക്വിസിഷൻ. When we approach an authentic and experienced source of knowledge with respect, inquisitiveness, and a mentality of service. മൂന്നെണ്ണമാണ്: റെസ്പെക്ട്, ഇൻക്വിസിറ്റീവ്നെസ് ആൻഡ് മെന്റാലിറ്റി ഓഫ് സർവീസ്. പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. You have to approach a guru who is well established in the knowledge and
ലിറ്ററേറ്റ് ആസ് വെൽ ആസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ നോളജ്. ബ്രഹ്മനിഷ്ഠൻ ആയിട്ടുള്ള ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ വി വിൽ ഗെയിൻ ട്രൂ നോളജ്. അങ്ങനെയാണ് നമുക്ക് സത്യം ആയിട്ടുള്ള നോളജ്. അപ്പൊ ഇതിൽ ഈ പറയുന്ന റെസ്പെക്ട്, ഇൻക്വയറി ആൻഡ് സർവീസ് എന്ന് പറയുന്നത് ഒരു ഗുരു എന്ന് പറയുമ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പല വിധത്തിലുള്ള ടീച്ചേഴ്സിനെ കൺസിഡർ ചെയ്യാം. മനുഷ്യനായിട്ടുള്ള ഗുരുക്കന്മാർ, അത് കൂടാണ്ട് പല സോഴ്സസ്. ഇപ്പൊ ഇന്റർനെറ്റ് നമുക്കൊരു ഇതാണ്, ലൈബ്രറി, ബുക്സ്, മാഗസിൻസ് ആൻഡ് വേരിയസ് അതർ സോഴ്സസ്, ഓൾ ഓഫ് ദിസ്. ഇതിനൊക്കെ റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് അതിലേക്ക് ഐ വിൽ കം ടു ദാറ്റ്. വിത്ത് the knowledge of the self, or the knowledge that is acquired permeating all our actions, we should not get deluded again. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നീട് ഈ ഡെല്യൂഷൻ ഉണ്ടാവില്ല. We should be seeing the infinitude of the self. അത് നമുക്ക് സംശയത്തിന് ഒരു വിധത്തിലും സംശയങ്ങൾ ഇല്ലാത്ത വിധത്തിലുള്ള വിശ്വാസമായി മാറണം ആ ജ്ഞാനത്തിൽ. With this raft of knowledge of the self, we shall cross all oceans of sin. എല്ലാ വിധത്തിലുള്ള നമ്മുടെ തെറ്റുകളും മറ്റുള്ള പാപങ്ങളൊക്കെ നമുക്ക് മറികടന്ന് മുമ്പോട്ട് പോകാനായിട്ട് ഈ നോളജ് ഓഫ് ദ സെൽഫ് നമ്മളെ സഹായിക്കും. ആസ് ദ ഫയർ reduces fuel to ashes, so the fire of knowledge reduces all selfishness to ashes. നമ്മളുടെ ഉള്ളിലത്തെ സെൽഫിഷ്നെസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിങ്ങനെ വെറുതെ ബാഹ്യമായിട്ടുള്ള ചില സെൽഫിഷ്നെസ്, അത് ഓഫ് കോഴ്സ് അതും ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ മനസ്സും ബുദ്ധിയും ശരീരവുമാണ് ഞാൻ എന്നുള്ള ചിന്ത, സെൽഫിഷ്, അത് നമുക്ക് മാറി നമ്മൾ ആത്മതത്വമാണ് എന്നുള്ള ബോധത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. There is nothing as purifying as the knowledge of the self, and you will find all perfection in this identity with the self. അങ്ങനെ ആത്മാവുമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോഴാണ് പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ നമുക്ക് അത് കാണാൻ സാധിക്കും. ആൻഡ് പിന്നെ അപ്പൊ one who has faith, ഇൻട്രസ്റ്റ് ആൻഡ് സെൽഫ് കൺട്രോൾ. പിന്നെ വേറൊരു ഇന്നർ കണ്ടീഷൻസിനെ പറ്റി പറയാം, മനസ്സിന്റെ കണ്ടീഷൻസ്. വൺ ഹു ഹാസ് ഫെയ്ത്ത്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, സംയതേന്ദ്രിയ തൽപര. ഫെയ്ത്ത്, ഇൻട്രസ്റ്റ് ആൻഡ് സെൽഫ് കൺട്രോൾ വിൽ അക്വയർ ട്രൂ നോളജ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശരിയായിട്ടുള്ള നോളജ് അക്വയർ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ബാഹ്യമായിട്ടുള്ള റെസ്പെക്റ്റും ഇൻക്വയറിയും സർവീസും, അതായത് നമ്മൾ ബാഹ്യമായ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ ടീച്ചർമാരെ ബഹുമാനിക്കുന്നു, അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇൻക്വയറി, ആൻഡ് അവർ പറയുന്ന കാര്യങ്ങളെ ചെയ്യാനും ചെയ്ത് മറ്റുള്ള പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു, സർവീസ്. ഈ റെസ്പെക്ട്, ഇൻക്വയറി ആൻഡ് സർവീസ് അത് ബാഹ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഡിസിപ്ലിൻസ് ആണ്, കാണുന്നതാണ്. അപ്പൊ ഒരു നല്ലൊരു സ്റ്റുഡന്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, കാരണം ഇതൊക്കെ പുറമെ കാണുന്ന സാധനങ്ങളാണ്, നമുക്ക് വേറൊരാൾക്ക് കാണാം. ഈസ് ദാറ്റ് സ്റ്റുഡന്റ് really worthy of knowledge? Because I mean, we can see it by looking at the student, and by his behavior, her behavior, we'll know whether he or she is showing respect, whether they are inquisitive, and whether doing service എന്ന് കാണാൻ പറ്റും ബാഹ്യം. പക്ഷേ ഇനിയിപ്പോൾ പറയുന്ന നെക്സ്റ്റ് ക്വാളിറ്റീസ് ആണ്, അത് നമുക്ക് കാണാൻ പറ്റില്ല പുറമേ നിന്ന്. നല്ല സ്റ്റുഡൻറ്റിന്റെ ഫെയ്ത്ത്, ഇൻട്രസ്റ്റ് ആൻഡ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ, മനസ്സിന്റെ ക്വാളിറ്റീസ് ആണ്. ഫെയ്ത്ത്, ഇൻട്രസ്റ്റ് ആൻഡ് സെൽഫ് കൺട്രോൾ വിൽ അക്വയർ ട്രൂ നോളജ്. അങ്ങനെയുള്ളവർക്ക് നോളജ് അക്വയർ ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് വിത്ത് ട്രൂ നോളജ് വൺ അറ്റൈൻസ് പീസ്. അങ്ങനെയുള്ളവർക്ക് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത്. ഫെയ്ത്ത്, ഇൻട്രസ്റ്റ് ആൻഡ് സെൽഫ് കൺട്രോൾ. അപ്പോൾ ബാഹ്യ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സ്റ്റുഡൻറ്, റെസ്പെക്ട്, ഇൻക്വയറി ആൻഡ് സർവീസ്. ദ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സ്റ്റുഡൻറ്, ഫെയ്ത്ത്, ഇൻട്രസ്റ്റ് ആൻഡ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് ബേസിക്കലി ഇതിനെ നമ്മൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് we can apply this. These are all fundamental qualities. For example, respect, inquiry and respect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്ട് ഓഫ് ടീച്ചേഴ്സ്. ഇത് കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ പറയണം. അപ്പോൾ റെസ്പെക്ട് ഫോർ ടീച്ചേഴ്സ്, നെവർ ടോക്ക് ഇൽ ഓഫ് ടീച്ചേഴ്സ്, ലിസൺ ടു ദം വിത്ത് ഫോക്കസ്, അസിസ്റ്റ് ദം വെൻ റിക്വയർഡ്. അതൊക്കെ അതിൽ പെട്ടെന്നാണ് റെസ്പെക്ട് ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ റെസ്പെക്ടിങ് അതർ സോഴ്സസ് ഓഫ് നോളജ്. ഇനിയിപ്പോൾ ടീച്ചേഴ്സ് മാത്രമല്ല നോളജ് സോഴ്സസ്, ദർ ആർ അതർ സോഴ്സസ്. എന്തൊക്കെയാണ്? റെസ്പെക്ട് ഓഫ് ബുക്സ്. അപ്പോൾ ഇൻകൾക്കേറ്റ് ഇൻട്രസ്റ്റ് ഇൻ റീഡിങ്, അക്നോളജ് നോളജ് ഗെയിൻഡ് ഫ്രം സച്ച് സോഴ്സസ്, ഡു നോട്ട് പ്ലേജിയറൈസ്, ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ബുക്സ്. അങ്ങനെയൊക്കെ ഇല്ലേ, ബുക്കുകളെ സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾക്കും ഒക്കെ നമ്മളിത് പറഞ്ഞു കൊടുക്കുക, ഈ ഗീതാ തത്വങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ചില ബുക്കുകളൊക്കെ കണ്ട് ചില കുട്ടികളുടെ ബുക്ക് ഇങ്ങനെ വലിച്ചെറിയുക, അങ്ങനെ വൃത്തിയുടെ അങ്ങനെ. അപ്പം ബുക്കുകളോട് കൂടിയിട്ടുള്ള റെസ്പെക്ട്, കാലുകൊണ്ട് ചവിട്ടില്ല നമ്മൾ, അങ്ങനെയൊക്കെയുള്ള പല എക്സ്റ്റേണൽ ആയിട്ടുള്ള സംഗതികളുണ്ട്. അങ്ങനത്തെ റെസ്പെക്റ്റുകൾ, ബുക്സ്. പിന്നെ റെസ്പെക്ട്സ് for educational systems and schools, for example. Follow disciplines of the school includes
schedule, including schedules and protocols, attending classes regularly as required, taking care of school premises, never talking ill of schools and systems, and be only a constructive critic if at all. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കുറ്റം പറയുക, ടീച്ചേഴ്സിനെ കുറ്റം പറയുക, സ്കൂളിനെ കുറ്റം പറയുക, കരിക്കുലത്തിനെ കുറ്റം പറയുക, ഇങ്ങനെ പല അങ്ങനെയൊന്നും നോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നോളജ് അക്വിസിഷന്റെ എഡ്ജ് പോവുകയാണ് ചെയ്യുന്നത്. സോ these are the disciplines that we need to cultivate. And the next is controlled use of internet resources and things like that. Recognize the possibility of wrong knowledge, resort to supervised use, and avoid, definitely give credit where it is due. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെയാണ് നമുക്ക് റെസ്പെക്ട് ഫോർ അതർ സോഴ്സസ്. ആൻഡ് സിമിലർലി ദ അതർ തിങ് ഈസ് റെസ്പെക്ട് ഫോർ ദ നോളജ് ഇറ്റ് സെൽഫ്. റെസ്പെക്ട് നോളജ്, ഈ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്യാൻ പോകുന്ന നോളജിനോട് നമുക്ക് റെസ്പെക്ട് വേണം. ആ റെസ്പെക്ട് ഇല്ലെങ്കിലോ ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ we will never acquire perfection in that. Respect knowledge itself, recognizing the knowledge, recognizing its validity and efficacy, recognizing the existence of the knowledge, the validity of the knowledge, and the efficacy of the knowledge. This knowledge has got its importance, it has got its own efficacy എന്നൊക്കെയുള്ള ബോധം, അതിലുള്ള വിശ്വാസം, recognize, and also your own capability to understand. നമുക്ക് ഇതെനിക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടാവണം. അതൊക്കെ റെസ്പെക്റ്റിന്റെ ആസ്പെക്ട്. ആ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് നാച്ചുറലി അവർ എഡ്ജ് ഇസ് ലോസ്റ്റ്. റെക്കഗ്നൈസ് ദ നീഡ് ടു റിന്യൂ നോളജ് അറ്റ് ഓൾ സ്റ്റേജസ് ഓഫ് ലൈഫ്. അപ്പോൾ കണ്ടിന്യൂസ് ലേണിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇതൊക്കെ ദീസ് ആർ ഓൾ റെസ്പെക്റ്റിലെ പോർഷനിൽ പറയണം. പ്രണിപാതേന നോളജിന്റെ പ്രണിപാതേന respect. And pariprasnena, inquiry, read, listen, do, and wonder. To wonder, you need to reflect on what you have read. ഇപ്പം നമുക്ക് read or listened to. ടീച്ചേഴ്സ് പറയുന്നത് ബുക്ക് വായിക്കുമ്പോൾ അതിനെപ്പറ്റി വായിക്കുന്നത് വെറുതെ വായിച്ചു പോവാം. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കണം. ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ നോളജുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Of what you read, heard, or did, you have to reflect on it. Unless and until you reflect on the knowledge thus acquired, or through the senses, nothing will happen. Ask questions, inquisitiveness, inquiry, clarify doubts, validating new knowledge. Clarifying doubt is how you validate your knowledge. അതായത് എനിക്ക് മനസ്സിലായില്ല, okay, അപ്പോൾ you ask questions and then you clarify it or reflect, and if you cannot, then ask questions and then connect, and so that you connect it with your knowledge that you already have. അപ്പോൾ അത് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ റിഫ്ലക്ട്, ക്വറി ആൻഡ് വാലിഡേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്, ദിസ് ഈസ് ആക്ച്വലി ദ ഇൻക്വിസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. യു റിഫ്ലക്ട് ഓൺ ദ നോളജ്, യു ക്വറി, so that you are things that are not clear are clarified, and validate with your own assessments. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് നോളജ് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ പരിപ്രശ്നേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. പരിപ്രശ്നേന എന്ന് വെറുതെ ഇങ്ങനെ ചർച്ചയിൽ മാത്രമല്ല, അതിന്റെ ഈ എല്ലാ ആസ്പെക്ടുകളും എടുക്കണം. പ്രണിപാതേന, പരിപ്രശ്നേന, ആൻഡ് അൾട്ടിമേറ്റ്ലി സേവയ. ബി ഓഫ് അസിസ്റ്റൻസ് ടു ടീച്ചേഴ്സ്, obeying them, helping them. Be of assistance to all the sources of knowledge. Consolidate and disseminate such info to others. Help identify errors and omissions. Be of assistance. If we Wikipedia, for example, all those things are actually working on that kind of thing. The Wikipedia and all are becoming more and more powerful knowledge sources for everybody. Why? Because our system then it is actually using to consolidate and disseminate knowledge. And എല്ലാവർക്കും contribute ചെയ്യാതില്ല, and then validation നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അത് finally, it becomes a final piece of information that you can refer to. Help identify errors and omissions. അതൊക്കെ ചെയ്യുന്നുണ്ട്. Be of assistance to knowledge itself. Help expand knowledge. അപ്പൊ നോളജിനെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അതൊക്കെ ശരിക്കും എക്സ്പാൻഡ് നോളജിനോട് ചെയ്യുന്നതായിട്ടുള്ള സർവീസാണത്. ആൻഡ് യൂസ് നോളജ് എഫക്റ്റീവ്ലി ആൻഡ് സജേഷ്യസ്ലി. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാനും മറ്റുള്ളവരുടെ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ ചെയ്യുന്നതെല്ലാം സർവീസാണ്, നോളജിനോട് ചെയ്യുന്നതായിട്ടുള്ള സർവീസാണ്. ഇൻഫാക്ട് റിസർച്ച്, പുതിയ റിസർച്ചും ഇൻവെൻഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെ? ഇറ്റ് ഈസ് ഓൺലി ത്രൂ ഇനീഷ്യൽ ലിറ്ററേച്ചർ സർവേ ആൻഡ് ദെൻ കമ്മിങ് അപ്പ് ടു ഡേറ്റ് വിത്ത് ദ നോളജ് ദാറ്റ് ഓൾറെഡി ഈസ് പ്രസന്റ്, ആൻഡ് ദെൻ യു സ്റ്റെപ്പ് അഹെഡ്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. സോ പ്രണിപാതേന പരിപ്രശ്നേന സേവയ, അതാണ്, ദാറ്റ് ഈസ് എ പ്രോസസ് ഓഫ് നോളജ്. ഇതേ പ്രോസസ്സാണ് ആത്മതത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. അത് തന്നെയാണ് പുറമേയുള്ള കാര്യങ്ങൾക്കും നോളജിനും ഉപയോഗിക്കാവുന്ന ഒരു പ്രോസസ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എക്സ്പാൻഡ് ചെയ്തത്. So, pranipadena pariprasnena sevaya.
So respect of knowledge sources, respect of knowledge itself, and respect of your own ability to acquire that knowledge. Inquiry based on interest, curiosity, and inquisitiveness. And your attitude of service based on your capacity to apply the knowledge in a selfless manner and with truthfulness, accuracy, precision. ഉപയോഗിച്ച് നോളജിനെ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്ന ഒരു ഇതൊക്കെയാണ് ഈ പറയുന്ന 3 ക്വാളിറ്റീസ്. പ്രണിപാതേന പരിപ്രശ്നേന സേവയാ, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. അങ്ങനെ ഗുരുവിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് നല്ല നോളജ് ഉള്ള ഒരു ഗുരുവിനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നോളജ് ഉണ്ടാവുന്നത്. ആൻഡ് ദെൻ ദ ഇന്നർ ക്വാളിറ്റീസ് ഓഫ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അതില് ശ്രദ്ധ. വാട്ട് ഈസ് ശ്രദ്ധ? ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധയോടുകൂടി പഠിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ദാറ്റ് ശ്രദ്ധ ഇൻ സാൻസ്ക്രിറ്റ് ഈസ് എ വെരി വെരി ഡീപ്പ് വേർഡ്. ഇംഗ്ലീഷിൽ അത് നമുക്ക് അതിന് എന്താ പറയാനായിട്ട് സിംഗിൾ വേർഡ്സ് ഒന്നുമില്ല. ഫെയ്ത്ത്. അപ്പൊ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് യുവർ ശ്രദ്ധ ഈസ് ഓൾ അബൌട്ട് യുവർ ഫെയ്ത്ത്, ബിലീഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, നോളജ്. ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഈസ് നോട്ട് ബ്ലൈൻഡ് ബിലീഫ്. ബിലീഫ് ബാക്ക്ഡ് ബൈ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് of the rationale of what is believed is faith. നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അതിനോടുള്ള നമ്മളുടെ ഫെയ്ത്ത് ആൻഡ് പിന്നെ ഈ നോളജിനോടുള്ള റെസ്പെക്ട്, ഇതൊക്കെ കൂടി ചേർന്നിട്ട് നമുക്കുണ്ടാവുന്ന ഒരു ഫോക്കസ്ഡ് മൈൻഡിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. എഫിക്കസി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ മീൻസ് ഓഫ് നോളജ്. നോളജിന്റെ എഫിക്കസിയും അതിന്റെ അക്വയർ ചെയ്യുന്നതിന്റെ പ്രോസസ്സിനോടുള്ള എൻ്റെ വിശ്വാസവും ഒക്കെ അതിൽ പെടും. എക്സിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഓഫ് നോളജ്. ഈ നോളജ് ഇത് നോളജാണ് and it will be useful to you ennulla vishwasam, that is also part of this faith, shraddha. Capability of the knower or his self confidence, and the acquarian aayittulla capability and the confidence with which I can actually relate to that knowledge so that I can acquire it ennu parayunna qualities okke koodi cherthadana it is shraddha ennu parayunnathu. അപ്പോൾ ഇത് പലപ്പോഴും ഉണ്ടല്ലോ, പലപ്പോഴും നമ്മൾ ദിസ് ഈസ് ദ റീസൺ വൈ സംടൈംസ് വി തിങ്ക് ദാറ്റ് വി ഹാവ് അണ്ടർസ്റ്റുഡ് ബട്ട് നോട്ട് ഏബിൾ ടു അക്സെപ്റ്റ് ഇറ്റ്. പലപ്പോഴും നമ്മളിപ്പോൾ ആത്മാവിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് കേട്ടത്, ഇതൊക്കെ അറിയാമേ, ആത്മാവ് ഇൻഫിനിറ്റ് ആണെന്നും എൻ്റെ ശക്തി, ആത്മതത്വം, ഇൻഫിനിറ്റ് ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് എനിക്കുണ്ടെന്നൊക്കെ എനിക്കെല്ലാം അറിയാം. മനസ്സ്, ബുദ്ധി, ശരീരമൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സംഗതികളാണ്. ഇറ്റ് ഈസ് ഓൺലി എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സെൽഫ് ആൻഡ് ദെയർഫോർ ഐ ക്യാൻ യൂസ് ദ പവർ ഓഫ് ദ സെൽഫ് ത്രൂ സെൽഫ് എഫേർട്ട് എക്സെട്ര ടു മേക്ക് ഷുവർ ദാറ്റ് മൈ മൈൻഡ്, ഇന്റലക്ട് ആൻഡ് ബോഡി എക്സെട്ര ക്യാൻ ബി എൻഹാൻസ് എന്നൊക്കെയുള്ളതൊക്കെ അറിയാം. പക്ഷേ ഇതൊക്കെ ശരിയാണ്, പക്ഷേ എന്നുള്ള വാക്ക് ഉപയോഗിക്കും നമ്മൾ പലപ്പോഴും. അതെന്താ? ദാറ്റ് ഈസ് ബിക്കോസ് ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആ ശ്രദ്ധയോട് കൂടിയിട്ട് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ വിശ്വാസം ഇല്ലാത്തത്. അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ കേട്ടിട്ടാ അത് മനസ്സിലായി, എനിക്ക് ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എനഫ്. ആൻഡ് ദ ഫേം ബിലീവ് വിത്തിൻ യു ദാറ്റ് യെസ് ദിസ് ഈസ് ട്രൂ ആൻഡ് ഐ ക്യാൻ ആൻഡ് ഐ വിൽ അബൈഡ് ബൈ ദിസ് എന്ന് പറയുന്ന ആ ഒരു ആത്മവിശ്വാസമാണ്, അതാണ് ശ്രദ്ധ. അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് സിമ്പിൾ ടേം. ഈ ശ്രദ്ധാവാനല്ല ബദജ്ഞാനം, അങ്ങനെ ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ ജ്ഞാനം ശരിക്കും കിട്ടുന്നുള്ളൂ. And they should talparada, they should have interest in talparada ഉണ്ടാവണം. Interest, attention, concern, curiosity are fully engaged to listen, understand and reflect. ആ interest എന്ന് പറയുന്നത് എന്താണ്? It is all about your focused attention. It is about the concern for getting that knowledge and the curiosity to know. ഇതെല്ലാം കൂടി ഒരുമിച്ച് engaged to listen, to understand and reflect. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ്, അതാണ് തൽപരത എന്ന് പറയുന്നത്. For this to happen, you should be fully observant, make connections and be able to wonder about what is not understood. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ എടുക്കുമ്പോഴായിരിക്കും, ഗുരു പറഞ്ഞു തരുമ്പോഴാവുമ്പോഴും ആവാം, നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് എഫേർട്ട് വെച്ചിട്ട് സ്വാധ്യായ അഗ്നിയിൽ നമ്മൾ ഹോമിക്കുമ്പോഴും ആവാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആവാം ഒക്കെ വി ഷുഡ് ബി ഏബിൾ ടു വായിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി കണക്ട് ചെയ്യാൻ സാധിക്കണം. ഇതിനു മുമ്പ് ഞാൻ മനസ്സിലാക്കിയ സംഗതികളുമായിട്ട് കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പുറമേ കാണുന്ന പ്രോബ്ലംസ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കണം. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിഫ്ലക്ഷൻ പ്രോസസ് ഷുഡ് ടേക്ക് പ്ലേസ് ഇൻസൈഡ്. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജോത്സ്ന, ദിസ് ഈസ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ? Which one is Jyotsna? Sir, ഇപ്പം പറഞ്ഞത് ഫെയ്ത്ത്, ഇൻട്രസ്റ്റ്, സെൽഫ് കൺട്രോൾ, ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഫെയ്ത്ത്, ഇൻട്രസ്റ്റ്, സെൽഫ് കൺട്രോൾ ആർ ഓൾ ഇന്റേണൽ ആയിട്ട് നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടുള്ള മനസ്സിന്റെ റിഫൈൻഡ് പ്രോസസ്സസ് ആണ് ഇതൊക്കെ. മനസ്സിന്റെ റിഫൈൻമെന്റ് ആണ് ഇതൊക്കെ. ഇത് നമുക്ക് ഇതിപ്പോ പുറമേ നോക്കുന്ന ഒരാള്
അപ്പൊ നമ്മളിങ്ങനെ ഒരാളെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റുഡന്റ്, ലെറ്റ്സ് സേ ഒരു സ്റ്റുഡന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, എൻ്റെ ഈസ് ഹി ഓർ ഷീ എക്സിബിറ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന ഇൻക്വിസിറ്റീവ്നെസ്, ആ ക്വസ്റ്റ്യൻ ചോദിക്കലൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് പുറമേ കാണാവുന്ന സംഗതികളാണ് അല്ലേ. പക്ഷെ ഈ സംഗതികൾ, അതായത് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, താല്പര്യതയുണ്ടോ, ശ്രദ്ധയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് പുറമേ എന്നുള്ള ഒരാൾക്ക്. അത് ഇറ്റ് ഈസ് ആൻ ഇന്നർ തിങ്, നമ്മുടെയൊക്കെ ഉള്ളിൽ നടക്കേണ്ടതായിട്ടുള്ള ഒരു റിഫൈൻമെന്റ് പ്രോസസ്സാണ്. ഓക്കെ സർ, താങ്ക് യു. ആൻഡ് ടു വണ്ടർ അബൌട്ട് വാട്ട് ഈസ് നോട്ട് അണ്ടർസ്റ്റുഡ്. അപ്പൊ എനിക്ക് എന്താണ് മനസ്സിലാവാത്തത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ട് ചിന്തിക്കുന്ന ഒരവസ്ഥ, അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. അത് വേറൊരു ടീച്ചർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പെട്ടെന്ന്, അൺലെസ് ആൻഡ് അണ്ടിൽ വി എൻക്വയർ. അപ്പൊ എന്നിട്ട് പുറത്തേക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയി കൊണ്ടുവരണം അതിനെ, അല്ലെ. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രണിപാതേന പരിപ്രശ്നേനം, അതായത് ക്വസ്റ്റ്യനിങ്, ഡിസ്കസിംഗിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ കാണുള്ളൂ നമ്മുടെ ഉള്ളിലത്തെ വണ്ടറിങ്, എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള സംഗതി പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇൻക്വിസിറ്റീവ്നെസ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഇത് ഇന്നർ ആയിട്ടുള്ള സംഗതികൾ. അപ്പൊ അതിൽ ഇപ്പോഴത്തെ മോഡേൺ കോഗ്നിറ്റീവ് പ്രോസസ്സസിൽ ഉള്ള ചില സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. സീ, തിങ്ക് ആൻഡ് വണ്ടർ. അതായത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ലുക്കിംഗ് ആൻഡ് ഒബ്സർവിംഗ് and looking around, reading, trying to gather facts, and think, then connect and think about that, and about validating what you have read or what you have heard or what you have seen. And when you are not able to connect, you will start wondering, why? And that one why is wondering. Asking question why to yourself is wondering. And when you cannot solve that problem by using this question of why within yourself, then you will get out. പരിപ്രശ്നേന പുറത്തേക്ക് വരും. പരിപ്രശ്നേന എന്ന് പറയുന്ന ക്വസ്റ്റ്യനിങ് പ്രോസസ്സിലേക്ക് നമ്മൾ വരും. അങ്ങനെയാണ് അത് പുറത്തേക്ക് വരുന്നത്. This is the process of fully engaging your mind to not just look at things, but to observe and make connections with what is observed, and to already connect it to already known facts within yourself and or relate to experiences. And then wonder about things that are not clearly understood. Adana see, think and wonder process, which is basically a result of the mental quality of talparada. Appa sraddhavan labate jnanam, talparada, samyatendriya. Moonamathathu control, self control. Samyatendriya, self control, is all about focus and determination. For this to happen, you need to have a clear objective and the will to work hard to set your goals and get it. Self-effort is required, practicing, using willpower to take ownership, etc. Self-effort. Priorities, setting priorities, evaluating the importance and setting priorities, and going according to that. And also setting higher goals, not personal selfish goals, but higher goals, setting unselfish common goals, global good, etc. അതൊക്കെ ആയിരിക്കണം നമ്മുടെ ഗോൾസ്. These require a proper understanding of your potential capabilities, objectives and goals. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ശ്രദ്ധ, തൽപരത, സംവേദേന്ദ്രിയ എന്നൊക്കെ പറയുന്ന ക്വാളിറ്റീസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇതാണ്. സോ therefore the process of knowledge acquisition is all about having this external characteristics of pranipadena, pariprasnena, sevaya, and of the inner characteristics of the mind, like Shraddha, Talparada, and Samvedendriya. And 6 qualities. So that is explained. So this is how you actually acquire knowledge in any field, as well as the knowledge of the inner self. Appo namakku self-inode Talparada undavanam, self അത് ശ്രദ്ധയോട് കൂടിയിട്ട്, നമുക്ക് വിശ്വാസത്തോട് കൂടിയിട്ടും ശ്രദ്ധയോട് കൂടിയിട്ടും ജ്ഞാനത്തോട് കൂടിയിട്ടും ഞാൻ മനസ്സിലാക്കണം, ഞാൻ ആത്മതത്വം തന്നെയാണ് എന്നുള്ള ബോധം. ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിലേക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് അവിടെ. അപ്പൊ ആ ജ്ഞാനകർമ്മ സന്യാസം എന്ന് പറയുന്ന സംഗതിയിലേക്ക് എൻ്റെ മനസ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് ആണ് ഇതൊക്കെ. അതാണ് ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതില് ഇതിപ്പോ നമ്മൾ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുരു as well as a teacher, as a student and guru, teacher, student and the teacher. ഇത് നമുക്ക് ഉപനിഷത്തുകളിലും ഒക്കെ അതിൻ്റെയൊക്കെ സെൻസ് ആണല്ലോ ഭഗവത്ഗീത. അപ്പൊ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ചില സംഗതികളും കൂടെ ഞാൻ ഒരു പിക്ചറൈസേഷൻ വിച്ച് മെനി ഓഫ് യു മൈറ്റ് ഹാവ് സീൻ പ്രീവിയസ്ലി ഓൾസോ ഈസ് അബൌട്ട് ദിസ്. അപ്പൊ ഗുരു, ഹു ഈസ് എ ഗുരു? അത് നമുക്ക് ജസ്റ്റ് വി ലെറ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. ഗുരു, ദ ഗുരു എറ്റിമോളജിക്കലി എന്താണ്? എറ്റിമോളജി എന്താണ്? ഗു പ്ലസ് രു ഈസ് ഗുരു. Gu means the Gu is ignorance. Gu represents ignorance and Ru represents the dispelling of ignorance. Dispeller. Ru is
representative of the dispelling act, and gu is representation of the ignorance aspect. So ignorance dispeller, adana, that is guru. Ignorance നെ മാറ്റി വെളിച്ചം തരുന്ന ആള് ഗുരു. പിന്നെ so therefore, and എന്താണ് എന്ത് വെളിച്ചമാണ് തരുന്നത്? He removes, guru removes പല വിധത്തിൽ. ഒന്ന് സെൽഫ്, ആത്മാവ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എനിക്ക് എങ്കിൽ എൻ്റെ ആത്മാവിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മ മാറ്റി ജ്ഞാനം തരുന്ന ആള്, സ്പിരിച്വൽ നോളജ്. അതല്ലെങ്കിൽ ഇറ്റ് കുഡ് ഓൾസോ ബി ഓഫ് നോളജ് ഡൊമൈൻസ്, പല വിധത്തിലുള്ള നോളജുകൾ, മാത്തമാറ്റിക്സ് ആവാം, ഫിസിക്സ് ആവാം, എക്കണോമിക്സ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അതിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രൊഫസറോ ടീച്ചറോ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിൻ്റെ നോളജിനെ പറ്റിയിട്ട്, അതിൻ്റെ ഇഗ്നറൻസ്, എൻ്റെ ഉള്ളിലുള്ള ഇഗ്നറൻസിനെ മാറ്റി തന്നു. അങ്ങനെ it can be either ആത്മതത്വം or it can be also the ബാഹ്യതത്വങ്ങൾ. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ അറിവില്ലായ്മകളെ എനിക്ക് മാറ്റിത്തരുന്ന ആള് ഗുരു. റിമൂവ്സ് ദ ഇഗ്നറൻസ് അബൌട്ട് സെൽഫ് ആസ് വെൽ ആസ് നോളജ് ഡൊമൈൻസ്. ആൻഡ് ഗുരു carries the duty of bestowing knowledge. Somebody who is able to bestow knowledge on the സ്റ്റുഡൻസിന് കൊടുക്കുന്നു. എങ്ങനെ? ടു ബി ഏബിൾ, അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉപനിഷത്തിൽ പറയുന്നത് ടു ബി ഏബിൾ ടു ആൻസർ 7 questions. വിദ്യാർത്ഥിയുടെ 7 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കെൽപ്പുള്ള ഒരാളായിരിക്കും ഗുരു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ എന്തൊക്കെയാണ് ആ 7 ചോദ്യങ്ങൾ? അതിന്റെ വളരെ ആപ്ലിക്കേഷൻ, റിഫ്ലക്ഷൻ ലെവലിലാണ് ഞാനിപ്പോൾ അത് പറയുന്നത്. വളരെ ജനറലൈസ് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് എനിവർ. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ നോളജ് ഡെഫിസിറ്റ്സ്? അതായത് ഒരു ശിഷ്യന്റെ അറിവില്ലായ്മ എന്തൊക്കെയാണ് എന്ന് ആദ്യം ഗുരുവിന് അറിയണം. ഒരു സ്റ്റുഡന്റിനെ പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് അയാൾക്ക് എന്താണ് അറിയാത്തത് എന്നുള്ളതിനെ പറ്റി എനിക്ക് ഗുരുവിനെ അറിയണം. ആ ഗുരു, വാട്ട് ആർ ദ നോളജ് ഡെഫിസിറ്റ്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റുഡന്റ്? അപ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു അഡ്രസ് ദാറ്റ്. ദെൻ യു ഷുഡ് നോട്ട് ഓൺലി ദാറ്റ്, അത് എങ്ങനെയാണ് ഈ അറിവില്ലായ്മ വന്നത് എന്നുള്ളതിൻ്റെ കൂടി ഒരു ബോധം ഗുരുവിനുണ്ട്. അപ്പം ജസ്റ്റ് ഇമാജിൻ, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സച്ച് എ റെസ്പെക്റ്റബിൾ, റെസ്പോൺസിബിൾ ജോബ്. അപ്പൊ അതിന്റെ പല ഇതൊക്കെ എത്ര ഗുരുക്കന്മാർ, ടീച്ചേഴ്സ് ഇത് നോക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഉപനിഷത്തിൽ പറഞ്ഞു തന്നേക്കുന്ന ഡീറ്റെയിൽസ് ആണ് അതൊക്കെ. സോ ഇമാജിൻ ദ വേ അറ്റ് വിച്ച് ദ ഡീറ്റെയിൽസ് അറ്റ് വിച്ച് these things have been analyzed, and if can be really understood and applied in even now in all our professions, നമ്മുടെ ടീച്ചിങ് പ്രൊഫഷൻസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് വിൽ ബിക്കം ഡെഫിനറ്റ്ലി മച്ച് ബെറ്റർ ടീച്ചേഴ്സ്. സോ ദ ടീച്ചേഴ്സ് ഷുഡ് നോ വാട്ട് ആർ ദ നോളജ് ഡെഫിസിറ്റ്സ് ഓഫ് ദ സ്റ്റുഡൻസ്. ദ ടീച്ചേഴ്സ് ഷുഡ് നോ ഹൗ ഡിഡ് ദ സ്റ്റുഡന്റ് ഹാവ് ദിസ് നോളജ് ഡെഫിസിറ്റ്സ്. അപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചില സംഗതികൾ അറിയില്ല, നമ്പർ ലൈനിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ ലൈനിനെ പറ്റി എന്തുകൊണ്ട് അറിയുന്നില്ല എന്നുള്ളതിനെ പറ്റി എനിക്ക് ആ ഗുരുവിനെ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സംശയങ്ങള് അല്ലെങ്കിൽ കുറവുകളെ നികത്താൻ വളരെ എളുപ്പത്തിൽ സാധിച്ചു എന്ന് വരും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല, ഗുരുക്കന്മാര് ശ്രദ്ധിക്കാറില്ല. അത് സമയം ഉണ്ടാവില്ല എന്ന് പറയും. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അയാൾക്ക് 7ാം ക്ലാസ് പഠിക്കേണ്ടതായിരുന്നു, എൻ്റെ അടുത്ത് വന്നിട്ട് എന്ന് പറയുമ്പോൾ ഗുരു അല്ലാണ്ടാവുകയാണ്. അപ്പൊ യു ഷുഡ് നോ ദാറ്റ്. ആൻഡ് ഹൗ ഡസ് ഇറ്റ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ്? എന്തുകൊണ്ട് ഈ അറിവില്ലായ്മ ഇപ്പോഴും കണ്ടിന്യൂയിങ് ടു എക്സിസ്റ്റ്? വൈ ഹൗ? അത് മനസ്സിലാക്കാനായിട്ട് കഴിവുണ്ടാവണം ഗുരുവിന്. പിന്നെ how can I get out of it? How can I get that as a teacher, as a guru? How can I get the student out of this knowledge deficit? What is the process? What should I do? That should be known. Then what is false knowledge? തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? ഈ പഠിപ്പിക്കുന്ന സംഗതിയെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്നത്? അത് the teacher should be able to foresee that. Then what is real knowledge? എന്താണ് real knowledge? So he has to be an expert, he or she has to be an expert in that knowledge. So it is about differentiating between truth and untruth. അതാണ് അവിടെ പറയുന്നത്. And how to differentiate the false from the real എന്ന്, അത് അൾട്ടിമേറ്റ് ആയിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന നോളജിനെ അല്ല, പെർമനന്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള നോളജ് എന്താണെന്ന് തിരിച്ചറിയാനും ഒക്കെ ആയിട്ടുള്ള കഴിവ്. ഇത്രയും സംഗതികൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഗുരുക്കന്മാർക്ക്. സോ ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ഗുരു. ആൻഡ് പിന്നെ വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ഗുരു? അത് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്ന ആ ഒരു സംഗതി. അത് ക്വാളിഫിക്കേഷൻസ് ഓഫ് എ ഗുരു ഇൻക്ലൂഡ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അതാണ് ഒരു ഗുരുവിന് നോളജ് ഉണ്ടാവണം, നോളജ് മാത്രം പോരാ, എക്സ്പീരിയൻസ് ഉണ്ടാവണം. സോ നോളജ് ഓഫ് മീനിങ് വെൽ വേഴ്സ്ഡ്, ലിറ്ററേറ്റ് അബൌട്ട് ദ ഡൊമൈൻ. പഠിപ്പിക്കുന്ന ഡൊമൈൻ എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി നല്ല ഗ്രാഹ്യം ഉണ്ടാവണം. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്,
the teacher, the guru, should also have experience of applying that knowledge in real life. So the guru should be identifying with that knowledge, other well experienced in the domain, so that he is able to make the student know, reflect, connect, and apply. അത് 12ാം അധ്യായത്തിൽ അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. I mean, how to know, reflect, connect, and apply. അതിന് ശ്രയോഗി ജ്ഞാനം അഭ്യാസ ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് കർമ്മഫലത്യാഗാസ് ത്യാഗാസ്യാദിരനന്തരം എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ, സ്റ്റുഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ the guru should be a well versed in knowledge as well as experienced in knowledge. ഇനി വേറൊരു സംഗതിയുടെ ഗുരുവിന്റെ ഈ ഉപനിഷത്തിൽ പറയുന്നത്, ഇത് ഗുരുവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇനി പറയണത് സ്റ്റുഡൻസ് ഈ ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെ പോകണം. ദാറ്റ് ഈസ് ഓൾസോ, അതാണ് അടുത്ത ബ്രാഞ്ചിൽ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഗുരു ഷുഡ് ബി അപ്രോച്ച്ഡ് ബൈ സ്റ്റുഡൻസ് ഹൂ പൊസസ് അവരുടെ മെന്റൽ ക്വാളിറ്റി. അതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് പെടും അതൊക്കെ. അതായത് ഡിസ്ക്രിമിനേഷൻ, ഡിസ്പാഷൻ, 6 mental faculties ഉണ്ട് മൈൻഡിന്റെ ചില സ്ട്രെങ്ത്തുകൾ, ആൻഡ് പാഷൻ ടു ബ്രേക്ക് ഫ്രീ ഓഫ് ദ നോളജ്, ഐ മീൻ ഓഫ് യുവർ ലിമിറ്റേഷൻസ്. അതുണ്ടാവണം. വിവേകം, വൈരാഗ്യം, സമാധി, ഷഡ്ഖസമ്പത്തി ആൻഡ് മുമുക്ഷുത്വം എന്ന് പറയുന്ന 4 ക്വാളിറ്റീസ് ആണ്. ഡിസ്ക്രിമിനേഷൻ, വിവേകം, ഡിസ്പാഷൻ, വൈരാഗ്യം, 6 mental faculties, അതായത് സമാധി, ഷഡ്ഖസമ്പത്തി, മൈൻഡ് കൺട്രോൾ, സെൻസ് കൺട്രോൾ, വിത്ഡ്രോവൽ, ഫോർബിയറൻസ്, ഫെയ്ത്ത്, കോൺസെൻട്രേഷൻ. അതാണ് 6. സമാധി, ഷഡ്ഖസമ്പത്തി എന്ന് പറയുന്ന 6 ക്വാളിറ്റീസ്. മൈൻഡ് കൺട്രോൾ, സെൻസ് കൺട്രോൾ, വിത്ഡ്രോവൽ, ഫോർബിയറൻസ്, ഫെയ്ത്ത് ആൻഡ് കോൺസെൻട്രേഷൻ. ആൻഡ് പാഷൻ ടു ബ്രേക്ക് ഫ്രീ ഓഫ് യുവർ കംഫർട്ട് സോൺസ്. അതായത് ഇങ്ങനെ അതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റ് ഗുരുവിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. He should be ready to break free of his limitations and acquire knowledge. ഇത്രയും സംഗതികളോട് കൂടിയിട്ട് when the student reaches a guru who is the dispeller of ignorance and is able to remove any kind of ignorance in these domains, as well as able to ask, able to get rid of the 7 problems of a student, and who is well qualified and experienced in knowledge. അങ്ങനെ വരുമ്പോൾ ആ സ്റ്റുഡന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ then there will be knowledge explosion in the minds of that student, minds of the students. Okay, അപ്പൊ അത് ഞാൻ ഉപനിഷത്തുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഇതാണ്. മുണ്ടക ഉപനിഷത്ത് 1-12 and 1-13. If you refer, you will be able to get these things clarified. ശ്രോത്രിയ, ബ്രഹ്മനിഷ്ഠം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വാളിറ്റീസ് ആണ് അവിടെ പറയുന്നത്. ശ്രോത്രിയ മീൻസ് വെൽ വേഴ്സ്ഡ്, ബ്രഹ്മനിഷ്ഠ മീൻസ് വെൽ എക്സ്പീരിയൻസ്ഡ്. വെൽ എക്സ്പീരിയൻസ്ഡ്, വെൽ കണക്റ്റഡ് വിത്ത് നോളജ് നടത്താണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. Okay, so that is the guru. If we are ignorant, faithless and doubtful of the self, we will be ruined. ഈ ആത്മതത്വത്തിനെ പറ്റിയിട്ടുള്ള ഒരു വിധത്തിലുള്ള അതിനെ അറിവില്ല, അല്ലെങ്കിൽ അതിനോട് യാതൊരു വിശ്വാസമില്ല, ആൻഡ് ഓർ ഡൗട്ടിങ്. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഞാൻ ഡൗട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ മനസ്സും ബുദ്ധിയും ശരീരം ഒരിക്കലും ഡെവലപ്പ് ചെയ്യില്ല. If we have the mental attitude to renounce എന്താണ് renounce ചെയ്യേണ്ടത്? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. The attachment to the results of the work that we do and all the doubts about the power of the self within, through rational thinking and applied living, then we will never be afflicted by the limitations of our actions. ഇത് രണ്ടും ഈ ക്വാളിറ്റീസ്. അപ്പോൾ സെൽഫ് സാധാരണ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അവിടെ സെൽഫ് നമ്മൾ പലപ്പോഴും ഇഗ്നറൻസ്, ഫെയ്ത്ത്ലെസ്നെസ് ആൻഡ് ഡൗട്ട്സ് ഇത് മറച്ചു വെച്ചേക്കാണ് സെൽഫിനെ. Therefore we get attached to our actions, or sometimes we get to do prohibited things, and are limited. We are attached, or we are doing unlawful things because of our ignorance, faithlessness and doubting characteristics of the self. സെൽഫിനെ അറിയാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഞാൻ ആരാണെന്നുള്ള വിശ്വാസം ശരിക്കും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ
we get into limited actions. But when that ignorance, faithlessness, and doubtful nature is replaced with knowledge, detachment, and inspiration, we become detached, selfless, and infinite in our actions, because self is shining through us. സത്വഗുണത്തിനെ ഹൈലൈറ്റ് ചെയ്ത് പുറത്തേക്ക് ആക്ഷൻസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. അതർവൈസ് ഈ രണ്ട് ശ്ലോകത്തിൻ്റെ കൺക്ലൂഷൻ പറയണം, നോളജിന്റെ കൺക്ലൂഷൻ, സെൽഫിന്റെ ആത്മതത്വത്തിനെ പറ്റിയിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ശക്തി, അത് ദാറ്റ് ഈസ് ബേസിക്കലി കൺക്ലൂഡഡ് ഹിയർ ഇൻ 41. അങ്ങനെ വരുമ്പോൾ അപ്പൊ അതില് പിന്നെ ഒന്ന് പറയണമെന്ന് വെച്ചാൽ അതിലൊരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the mental, if we have the mental attitude to renounce, അപ്പോഴാണ് ഇതൊക്കെ. ഇനി അപ്പൊ ഒരു ചോദ്യം, ഈ റിനൗൺസ് എങ്ങനെ ചെയ്യും? അതറിയാം ശ്രീകൃഷ്ണന് അർജുനൻ ചോദിക്കുന്നത്. അത് കാരണം അടുത്ത ചാപ്റ്റർ കർമ്മസന്യാസം, റിനൗൺസ്, 5ാമത്തെ. അപ്പൊ 5ാമത്തെ അധ്യായത്തിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ കാണാം. റിനൗൺസ്, കർമ്മസന്യാസ യോഗം, 5ാമത്തെ അധ്യായം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തീപ്പൊരി അവിടെ ഇട്ടിട്ടാണ് അടുത്ത ശ്ലോകങ്ങൾ അവസാനിപ്പിക്കണം, അവസാനത്തെ ശ്ലോകത്തിലേക്ക് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ദ നെക്സ്റ്റ് കണ്ടിന്യൂഷനിലേക്ക് പോവുകയാണ് അടുത്ത ചാപ്റ്റർ. Chapter 5 is about karma sannyasam, renunciation. What is, you should understand what renunciation means, and that is what 5th chapter is going to talk about. അപ്പോൾ എന്നിട്ട് കൺക്ലൂഡ് എക്സോഷൻ ടു ദ യൂത്ത്. എന്തിന് യൂത്ത്? അതായത് അർജുനനെ അടുത്തുള്ള ഒരു ഫയറിംഗ് അപ്പ് ആണ് പിന്നെ ലാസ്റ്റ് ശ്ലോകം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ആക്ച്വലി എ ജനറൽ ശ്ലോക ദാറ്റ് ക്യാൻ ആക്ച്വലി ബി യൂസ്ഡ് ടു ഇൻജെക്ട് എനർജി ഇൻ ടു യൂത്ത്. അതെന്താണ്? Therefore, cut out the ignorance born of renounce. Cut out, അല്ലെങ്കിൽ the ignorance born doubts about the capabilities of the self. എനിക്ക് സെൽഫിനെ, ആത്മാവിനെ പറ്റി അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്ന എൻ്റെ ഡൗട്ടുകളെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അറിവ്, ആ നോളജ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എൻഗേജിങ് യുവർ മൈൻഡ് ഇൻ എ തോട്ട്ഫുൾ മാനർ, ചിന്താശക്തി ഉപയോഗിച്ച്, ആൻഡ് ത്രൂ യുവർ persistence and focused actions, driven by supreme motivations and right attitudes. കർമ്മയോഗത്തിൽ get up and be ready to face the challenges that confront you. അർജുന, ഓ ഭരത എന്നാണ് പറയുന്നത്. ഓ ഭാരത, അർജുന അതുകൊണ്ട് തസ്മാത് അജ്ഞാന സംഭൂതം ഹൃദിസ്ത്വം ജ്ഞാനാസ്നാത്മനഃ ചിത്വൈനം സംശയം യോഗം അധിഷ്ഠോത്തിഷ്ഠ ഭാരത. ഉത്തിഷ്ഠോത്തിഷ്ഠ ഭാരത, എണീറ്റ് ഫേസ് ചെയ്യൂ ചാലഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ജ്ഞാന കർമ്മസന്യാസം അവസാനിപ്പിക്കുന്നത്. സോ ദി സെൻസ് ഓഫ് ചാപ്റ്റർ ടൈറ്റിൽ നോളജ് ബേസ്ഡ്. അപ്പൊ അത് ഒന്നും കൂടി നമുക്കൊന്ന് കംപ്ലീറ്റ് പിക്ചർ ഒന്ന് നോക്കിയാൽ എങ്ങനെയുണ്ട്. ഓക്കെ, ദ ഇൻഫിനിറ്റ്, ആത്മതത്വം, ആത്മാവ്, ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മൻ സൂര്യന് കൊടുത്തു. എന്താ കൊടുത്തത്? എനർജി. ആൻഡ് ദാറ്റ് എനർജി the sun uses. Sun does work. എങ്ങനെയാണ്? പ്യൂർ കംപ്ലീറ്റ് സാക്രിഫൈസ് ആണ് സൂര്യൻ ചെയ്യുന്നത്. സാക്രിഫൈസ്. അപ്പൊ ബ്രഹ്മൻ സാക്രിഫൈസ്, യജ്ഞമാണ് ആദ്യം സൂര്യന് കൊടുത്തത്. ആ സൂര്യൻ അത് മനു ഇക്ഷാകുവിനും ഒക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നു. അതായത് മനുഷ്യനിലേക്ക് കൊണ്ടും തന്നു. ഈ ശക്തി, സൂര്യനാണ് ഈ ബ്രഹ്മത്തിന്റെ ശക്തിയെ, യജ്ഞത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ശക്തിയെ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിച്ചു തന്നത് സൂര്യദേവനാണ്. മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിച്ചു തന്നത്, അല്ലെ? സൂര്യൻ ഇല്ലെങ്കിൽ നമ്മളൊക്കെ ജീവനില്ല, അവിടെ എത്തിച്ചു തന്നു. പക്ഷേ ഓവർ എ പീരിയഡ് ഓഫ് ടൈം വാട്ട് ഹാപ്പൻഡ് വാസ്, മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് മനസ്സ്, ബുദ്ധി എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട്. അത് ഉപയോഗിച്ച് ഈ യജ്ഞത്തിനെ അവർക്ക് യജ്ഞത്തിൽ തുരങ്കം ഇട്ടു. Selfishness, because of selfishness, and therefore there happened lots of എന്താ പറയാ, ധർമ്മഛിദ്രമുണ്ടായി, ധർമ്മച്യുതി ഉണ്ടായി. ആ ധർമ്മച്യുതി അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ലോകത്തിൽ. അങ്ങനെ ധർമ്മച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴൊക്കെ ധർമ്മച്യുതി സംഭവിക്കുന്നു, അപ്പോഴൊക്കെ ഈ ആത്മതത്വം ചില മനുഷ്യരുടെ ഉള്ളിലൂടെ പ്രകാശിച്ച് അവതരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ദിസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് ഹാപ്പൻസ്. And that is how the balance is being kept. ഇനി ഈ ശക്തിയാണ് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലൂടെ പ്രവർത്തിച്ചിട്ട് സത്വരജസ്തമോ ഗുണങ്ങളുമായി കൂടിച്ചേർന്ന് 4 വിധത്തിലുള്ള മനുഷ്യ
രാശിയെ ഉണ്ടാക്കിയിരിക്കുന്നത്, മനുഷ്യവർഗത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രാഹ്മണൻ, ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ എന്നൊക്കെ പറയുന്നവർ, അവര് ചെയ്യുന്ന ആ പ്രവർത്തികള് നമുക്ക് പല വിധത്തിൽ കാണാം. ഒന്ന് അറ്റാച്ച്ഡ് ആക്ഷൻസ്, അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആക്ഷൻസ്. അറ്റാച്ച്ഡ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ശരീരത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും എന്നിട്ട് കിട്ടുന്ന ഫലങ്ങൾക്ക് ഇച്ഛിച്ച് അതിൽ അമർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി, അറ്റാച്ച്ഡ് ആക്ഷൻസ്. ആൻഡ് ഓർ സെൽഫിഷ്നെസ് ഇല്ലാണ്ട് സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കുന്ന, ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ട്, ആത്മതത്വത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഡിറ്റാച്ച്ഡ് ആക്ഷൻസ്. ഈ രണ്ട് ആക്ഷൻസും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് വേണം. ഈ ധർമ്മം എടുത്തു നീക്കി കഴിഞ്ഞാൽ എല്ലാം പ്രൊഹിബിറ്റഡ് ആക്ഷനായി മാറുന്നു. ആ അറ്റാച്ച്ഡ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ശക്തിയെ, ആത്മശക്തിയെ മനസ്സിന്റെ ഉള്ളിലത്തെ ഇമോഷൻസും ഒക്കെ കൂട്ടിക്കലർത്തി, രജസ്സും തമസ്സും കൂട്ടിച്ചേർത്ത് നമ്മളെ പുറത്തേക്ക് വിടുകയാണ് ആത്മതത്വത്തിനെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇമോഷണൽ ആക്ട്സ് ആയി മാറുന്നത്, അതായത് ഇഷ്ടാനിഷ്ടങ്ങളും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നു. നേരെ മറിച്ച് സെൽഫ്ലെസ് ആയിട്ടുള്ള ഡിറ്റാച്ച്ഡ് ആക്ഷൻസ് ആവുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ എനർജി ഓഫ് ദ മൈൻഡ് ഈസ് നൗ ഹെൽപ്പിംഗ് ദ പവർ ഓഫ് ദ സെൽഫ് ടു കം ഔട്ട് വിത്ത് ദ ജോയ്സ് ഓഫ് ദ ഇന്നർ സെൽഫ് എന്ന് പറയുന്ന ആ ഒരു ശക്തി, ആത്മശക്തിയെ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന്. മറ്റേത് ആത്മശക്തിയെ പുറത്തേക്ക് വരും, ഡെഫിനറ്റ്ലി വരണം, പക്ഷെ അത് മൂടപ്പെട്ടിരിക്കുകയാണ് ഇമോഷൻസ് ആയിട്ട്, അല്ലെങ്കിൽ രജസ്സായിട്ട്, തമസ്സുമായിട്ട്. മറ്റേതാവുമ്പോൾ സത്വഗുണം പുറത്തേക്ക് നമുക്ക് എടുത്തു കൊണ്ടുവരുന്നു, ആത്മതത്വം. അപ്പൊ ആത്മതത്വത്തിന് നമ്മുടെ ഉള്ളിലുള്ള ഈ ദുഷിച്ച സംഗതികളുമായിട്ട് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. വാട്ട് എവർ ഈസ് ദർ, ഇറ്റ് വിൽ ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ബ്രിങ് ഇറ്റ് ഔട്ട്. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സിൽ. അത് അപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ ഈ ലെവലിലേക്ക്, അതായത് ഈ ആത്മതത്വവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ, എന്നിട്ട് പെർഫെക്ഷനിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സാക്രിഫൈസസ് ആവശ്യമുണ്ട്. ആ സാക്രിഫൈസസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സാക്രിഫൈസസ്, ദേവയജ്ഞം, ബ്രഹ്മയജ്ഞം, പിന്നെ ആത്മസംയമന അഗ്നി, അങ്ങനെയൊക്കെയുള്ള പല അഗ്നികളിൽ ഹോമിച്ചുകൊണ്ട് ആ ആത്മതത്വത്തിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉന്നതം ആയിട്ടുള്ള ഒരു സാക്രിഫൈസ് ആണ് ആത്മജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ട് ആത്മനിർവൃതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് കിടക്കുമ്പോൾ, ഡിവോഷൻ കൊണ്ടുവന്ന് ഭക്തിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആത്മാവിനോടുള്ള ഭക്തിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടണമെങ്കിൽ there is a process of respect, inquiry and service combined with faith, interest and self-control. അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന പെർഫെക്ഷൻ എന്ന് പറയുന്നത്. Therefore, cut out the ignorance born doubts about the self. Engage the mind thoughtfully in persistent and focused actions driven by the supreme motivations and right attitudes. So get up, Arjuna, and be ready to face the challenges that confront you. This is basically the fourth chapter. Basically, it is about sacrifice, 110, and how sacrifice is also, and how that power of the sacrifice is working through people, creating different classes of people, and their actions becoming attached, detached, or forbidden. And about what attached actions and what forbidden actions are, as explained. And ultimately, it is all about all sacrifices are transformations of the self. Brahmarpanam. And then we talk about external and in the internal sacrifices, 25 and 34 external sacrifices, and ultimately the internal sacrifices in 35 to 41 slokas, and finally 42-42nd sloka talking about conclusion: arise, awake and act, jnana karma sannyasam. So the knowledge society of the 21st century need spiritual citizens who can dovetail knowledge with wisdom, the knowledge of the self in all actions. ഇത് രണ്ടും ചേർന്നിട്ടാവുമ്പോഴാണ് definitely we get a perfect people, the stars. Knowledge is the currency of the 21st century. Wisdom is at a premium, obviously. So we need that.
we need more and more of the young to be spiritually materialistic and take part in the economic development of the country, employing creativity and innovation without giving in to superstition and blind faith. Therefore, arise, awake, and act. Do your duties, engage in services, be devoted and focused on those activities, have faith in the self, and banish all negative thoughts. Do not worry about the fruits of your actions. Arise, awake, act. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവത, വിബോധത എന്ന് നമ്മുടെ വിവേകാനന്ദ സ്വാമികൾ ആക്ച്വലി ഈ ശ്ലോകത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു ഇതിലേക്ക് പോകുമ്പോൾ what we next need is knowledge based renunciation. That is basically the 5th chapter, which we will discuss in the next class. Okay, next അടുത്ത ആഴ്ച. ഇന്നത്തെ 4ാമത്തെ അധ്യായം തീർന്നു, and we can discuss. Good evening, Uncle. Sunish here. Thank you so much for today's session. Sorry, I'm not able to switch on my camera for No problem. this. The points that you spoke about on the Guru, awesome. I had never heard about this ever in my life. That is 5,000 years back knowledge. Yeah. I was really surprised with the way it has been, explained and stuff. It took me 10 years back when I had a meeting with His Highness, where in the meeting, he said one point. He said, I will not ask you people to do any specific task until I personally know the task and how to do it. That is something where a guru is attached to the leader, where he is. That is why today Dubai is one of the best in the world, because of his such kind of qualities that he have. Yes. Yeah. 2 things I need to, because I missed off the initial sessions. The first slide, if you can take me back to the first slide, please. First slide, you mean today's first slide? Yeah, today's first slide. Yep. This Okay, is next one, please. Okay, if you see in this, the first 2 things I couldn't, above, little bit above, please. Okay, in this, what is this Samyagni and Indriya Agni? What is that? Samyamagni is some restrained, that നമ്മുടെ self, the power of the self within us, Okay. when it enlivens our mind and intellect. മൈൻഡിനെ ചെയ്യുന്നതിനെയാണ് ആക്ച്വലി മറ്റേ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും സെൻസസിനെ കൺട്രോൾ ചെയ്യുന്നതും. പക്ഷെ വെൻ ദ സെൽഫ് റെസ്ട്രെയിൻറ്റ് എന്ന് പറയുന്ന സംഗതി, that is because the intellect is also starting to come into the picture. അപ്പൊ അതാണ് പിന്നീട് ആത്മസംയമാഗ്നി ആയി മാറുന്നത്. Okay. That is when the knowledge comes. You are utilizing the knowledge of the self. That body and mind and intellect are nothing but tools, and you can definitely control them by the power that I have within me. എന്നുള്ളത് knowledge കൂടെ വരുമ്പോൾ you will start applying that power into controlling your intellect and mind and senses and the body. അതിനെയാണ് ആത്മസംയമാഗ്നി എന്ന് പറയുന്നത്. അപ്പൊ സെൽഫിന്റെ പവർ ഇന്റലക്റ്റും മൈൻഡിൽ കൂടെയും പ്രവർത്തിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ആത്മസംയമാഗ്നിയായി മാറുന്നത്. അപ്പൊ ബ്രഹ്മൻ തന്നെ ആത്മസംയമനാഗ്നിയായി മാറുകയാണ് ചെയ്യുന്നത്. അതും ബ്രഹ്മൻ തന്നെയാണ്. പക്ഷെ ഇറ്റ് ഈസ് വെൻ ദ ബ്രഹ്മൻ ഈസ് എക്സ്പ്രസിംഗ് ത്രൂ എ ഫിസിക്കൽ മീഡിയം. അതാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നോ, ബ്രഹ്മഹൂതം എന്നൊക്കെ പറയും. എല്ലാം ബ്രഹ്മൻ തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിലത്തെ ആത്മതത്വത്തിനെ ഞാൻ ആത്മസംയമാഗ്നിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള സാക്രിഫൈസസിനെയാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ പല വിധത്തിലും നമുക്ക് നമ്മുടെ ആത്മതത്വത്തിനെ, സെൽഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സും ബുദ്ധി, മനസ്സ്, പ്രാണൻ, സെൻസസ്, ഇതിലെല്ലാം ഈ പല ലെവലിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് അതാണ് ഞാൻ ഇവിടെ ഒരു പടം കൂടി കാണിച്ചിരുന്നത്. ഇവിടെ ഇത് different levels, you can control. Okay, in this also I have a doubt. What is vasanas does mean? Okay. Vasanas എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, sorry, my Malayalam is not that good, and that's why I'm asking. Vasanas എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഇറ്റ് ഈസ് ഓൾസോ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് നമ്മുടെ വേദാന്ത പ്രിൻസിപ്പിൾസിൽ വരുന്ന, അതായത് നമ്മുടെ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സെൽഫ് ഗെറ്റിംഗ് എൻഗേജ്ഡ് ഇൻ 5 layers എന്നാണ് നമ്മൾ പറയുക. പഞ്ചകോശ വിവേകം എന്നാണ്
വേദാന്തത്തിൽ പറയുന്നത്. Okay. അതിലെ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദ ബോഡി, ഫിസിക്കൽ ബോഡി, Okay. just skin and all the organs, etc., etc. Then Okay. the senses. Okay. Sense, but mook ennu parnal, it is only the organ which is Yeah. part of the body. But Yeah, there the smelling is the, yeah. Yeah, but the power of sensing smell in Smell. adana senses വരുന്നത്. Okay. ഇനി ഈ സെൻസ് അത് ഇത് രണ്ട് മറ്റേ ആൻഡ് ഇതൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള സംഗതികളാണ്. then comes the പ്രാണൻ. Prana is that the physiological functions within us, which actually makes us capable of differentiating sounds and light and signals and all those things. It is actually a movement of signals within inside. Namada physiology, the physiological functions. Adineyana prana ennu parayunnathu. And then comes the mind, which is the actually without the mind nothing works. No? Nothing works. Yeah. And of course, in Namada Vedanta philosophy, mind itself has got another level which is called as the intellect. So we have the intellect layer. These are the physical things: intellect, mind, prana, senses, and the body. All those things are, with the biology and the physical aspects. But there is one thing which is actually covering. The first layer that covers the self is the vasanas or the impressions. It is called as the impressions. But in scientific, we can say our genetics plus experiences, memories, and habitual impressions, etc. Is this related to the skills that we develop? No, the skills and it is not only the skills that skills in the develop ചെയ്തിട്ടുണ്ടാവുന്ന ഇംപ്രഷൻസ് ഉണ്ട്. അതൊക്കെ ഈ വാസനകളിലേക്ക് വരും. Okay. അപ്പൊ നമുക്ക് മേ ബി ഫോർ എക്സാമ്പിൾ വാസന എന്ന് പറയുമ്പോൾ പാട്ട് മറ്റേ പാടാനായിട്ടുള്ള വാസന ജനറ്റിക് ആയിട്ട് തന്നെ ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കുറച്ച് വരും, ഒരു സീഡ് വരും. പിന്നെ then we through practice we develop our വാസന. അപ്പൊ അങ്ങനെ. സോ ഞാനൊരു എക്സാമ്പിൾ എന്നുള്ള നിലയിൽ പറഞ്ഞുള്ളൂ. അത് ആ പാട്ടിന്റെ വാസന മാത്രമല്ല, വേരിയസ് അതർ തിങ്സ് ആർ ദർ. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ജനറ്റിക് കോഡ് പ്ലസ് യുവർ എക്സ്പീരിയൻസസ്, മെമ്മറീസ്, എക്സെട്ര. that create the first power which excites the intellect, mind, prana, senses, and the body later. അതിനെ വാസനാസ് എന്ന് പറയും. നമ്മളെ സംസ്കൃതത്തില് നമ്മൾ പറഞ്ഞ വാസനാസ് എന്നാണ്. അതായത് നമ്മൾ ഈ സെൽഫിന്റെ പവറിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലേ, അതായത് ജസ്റ്റ് ലൈക്ക് rush of wind that passes through a flower and പുറത്തേക്ക് വരുന്ന സ്മെല്ല് വരുന്നില്ലേ, fragrance. കാറ്റിന്റെ സ്മെല്ലല്ല, from the flower. ഫ്ലവറിന്റെ സ്മെല്ലിനെ പുറത്തേക്ക് എടുത്തു കൊണ്ടുവന്നൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുപോലെ അപ്പൊ ഫ്ലവറിന്റെ വാസനയെ പുറത്തേക്ക് കാറ്റെടുത്തുകൊണ്ട് വരുന്നത് മാതിരി സെൽഫ് നമ്മുടെ ബോഡി മൈൻഡ് ഇന്റലക്ട് മൈൻഡ് സെൻസസ് ബോഡിയുടെ പുറത്തേക്ക് വരുമ്പോൾ ആക്ഷൻസ് ആയിട്ട് വരുന്നു അല്ലെ. ആ ആക്ഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് വാസനകൾ എന്ന് പറയുന്നത്. ആ വാസനകൾ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലെയർ ഓഫ് അവർ പഞ്ചകോശ വിച്ച് ഈസ് കവറിംഗ് ദ സെൽഫ്. അതാണ് ആനന്ദമയ കോശം. ആനന്ദമയ കോശം എന്നാണ് അതിനെ പറയുന്നത്, which is of vasanas. അതാണത്. That is, maybe we will cover this Panchakosha Viveka again in one of the chapters. ഇനി നമ്മൾ 5-ലോ 6-ലോ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ വരും അത്. So I will specifically take up that also. Thank you so much. ഒരു മിനിറ്റ്, നമുക്ക് before more questions, let me just chant the mantra and then we'll go to questions. पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते. ॐ शान्ति शान्ति शान्तिः.
we'll continue. Questions? സതീഷ് ജി, Yeah. ഇന്ന് ഗുരു ശിഷ്യൻ അങ്ങനെയാണല്ലോ സംസാരിച്ചത്. അപ്പോൾ മകളുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ചോദ്യങ്ങളാണ്. അവള് കുഴപ്പമില്ല, ചില പഠിക്കാൻ വലിയ മോശമൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്, പക്ഷെ ഭയങ്കര സൈലന്റ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പം ആള് ഭയങ്കര സൈലന്റ് ആണ്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ നല്ല അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആള് എന്താ പറയാ, അധികം ഇപ്പോ കുട്ടികളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ആണ് ശരിക്കും ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ പറയുമ്പോൾ. അപ്പൊ ഇവള് ഒന്നും ചെയ്യില്ല. അപ്പോൾ ടീച്ചേഴ്സ് ശരിക്കും എന്തെങ്കിലുമൊക്കെ പേര് വിളിച്ചാലേ അങ്ങോട്ട് ചോദിക്കുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അപ്പം അത് മോശമാണെന്ന് പറയുന്നില്ല, പക്ഷെ ആള് കുറച്ച് ഇങ്ങനെ കൂടുതൽ സൈലന്റ് ആണോ എന്നൊരു സംശയം. പക്ഷെ സ്റ്റഡീസിൽ മോശമല്ല അതേസമയം. അല്ല, അതിപ്പോ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ചിലപ്പോൾ ചില കുട്ടികൾ ഷൈ ആയിരിക്കാം ചോദ്യങ്ങൾ, അപ്പൊ അതുകൊണ്ടായിരിക്കും ഇന്ററാക്ട് ചെയ്യാൻ മടിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് അവര് ഈ പറഞ്ഞ പോലെ മോശമായിക്കൊള്ളണമെന്നില്ല. അവര് ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ തുടങ്ങുന്ന ആൾക്കാർ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ മീൻ ചെറിയ ക്ലാസ്സുകളിലൊക്കെ അങ്ങനെയായിരിക്കും, പക്ഷെ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ they will start because പക്ഷെ അവർക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് നോളജ് ഡെഫിസിറ്റ്സ് അധികം ഉണ്ടാവാത്ത വിധത്തിൽ നമുക്ക് ആസ് പാരന്റ്സ്, എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ വീട്ടിലാണ്, ടീച്ചേഴ്സ് അധികം കാണുന്നില്ലല്ലോ. ടീച്ചേഴ്സ് ഈ ഓൺലൈൻ ആയിട്ടല്ലേ കാണുന്നുള്ളൂ, 2 ഡയമെൻഷനിലായിട്ടല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ വീട്ടിലൊന്ന് ശ്രദ്ധിച്ചേക്കണം, അവർക്ക് നോളജ് ഡെഫിസിറ്റ്സ് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഒന്ന് വരുത്തണം, അത്രേ ഉള്ളൂ. നോളജ് ഡെഫിസിറ്റ്സ് കൂടി വരുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലം ആവും. പിന്നെ കാരണം ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന മോള്? അവള് 4th ഗ്രേഡിലാണ്. ഫോർത്ത് ഒക്കെ ആവുമ്പോ ആവണേ ഉള്ളൂ. ഇപ്പൊ ഡോണ്ട് വറി. അപ്പൊ ഈ നോളജ് ഡെഫിസിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ല, ഈ 4ാം ക്ലാസ്സിലൊക്കെ ഒന്നും അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരൊക്കെ ഒരു 6, 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ അതിനു മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ വീട്ടിലുണ്ടായാൽ മതി. വെച്ചാൽ നമ്മള് ഓരോ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ നടന്ന സംഭവം അന്നത്തെ ദിവസം എന്തൊക്കെ നടന്നതും ടീച്ചർമാര് സംസാരിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള കാര്യങ്ങളോ എല്ലാം നമുക്ക് ആവുന്നത്ര സമയം നമ്മൾ മറ്റേ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിലൊക്കെ കൂടുതൽ കോൺവെർസേഷൻസ് നമ്മൾ അവരായിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാവുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് 4ാം ക്ലാസ്സിലേക്ക് അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ആൻഡ് ദെൻ നമ്മൾ ഇതിൽ പലപ്പോഴും പറയാറുണ്ട്, ഈ അവർക്ക് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ചിത്രീകരിക്കാനായിട്ടുള്ള എക്സസൈസസ് ഒക്കെ ഇല്ല. അതൊക്കെ ഒരു ഗെയിം എന്നുള്ള നിലയിൽ, അല്ലാണ്ട് ഒരു പഠിക്കുന്ന പ്രോസസ്സും അവരെ അങ്ങനെ റെജിമെന്റഡ് ആക്കണ്ട. അവർക്ക് കാണുന്ന സാധനങ്ങളെ പറ്റിയിട്ട് പടം വരയ്ക്കാനും ചിത്രീകരിക്കാനും ഒക്കെ ആയിട്ടുള്ള ചില ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എൻകറേജ് ചെയ്യാം അവരെ. ഈ പ്രായത്തിലൊക്കെ അത്രേ ആവശ്യമുള്ളൂ. 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ 8ലേക്കൊക്കെ എത്തുമ്പോഴേക്കും നോളജ് ഡെഫിസിറ്റ്സ് ക്ലിയർ ആക്കി കൊണ്ടുവരാം. ഇപ്പൊ കാരണം കുറച്ചൊക്കെ പഠിക്കാനുള്ളൂ ഇപ്പോഴൊക്കെ. അപ്പൊ അതിൽ നോളജ് ഡെഫിസിറ്റ്സ് വരാണ്ടിരിക്കാനും ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കണം. ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ. പിന്നീട് 8ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോഴേക്കാണ് ടീച്ചേഴ്സിന് ശ്രദ്ധിക്കില്ല, അവർക്ക് എന്തൊക്കെ അറിയില്ല എന്നുള്ളത്. എന്നിട്ട് 9ലേക്കൊക്കെ എത്തുമ്പോഴേക്കും കുറെ ഹോൾസ് ആയിട്ടാണ് വരിക. അപ്പൊ അപ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഒബ്സർവ് ചെയ്യാനും ഒബ്സർവ് ചെയ്ത സംഗതികളുടെ ഡീറ്റെയിൽസ് മനസ്സിന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് കാണാനും ഒക്കെ ആയിട്ട് നമ്മൾ ചില എക്സസൈസസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ പടം വരയ്ക്കലൊക്കെ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ജനറൽ ആയിട്ടുള്ള ഡിസ്കഷൻസ്, സംസാരങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ വേണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് ശരിക്കുള്ള നോളജ് ബേസ്ഡ് ഉത്തരങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. എസ്പെഷ്യലി ഇപ്പോഴത്തെ 21st സെഞ്ചുറിയിൽ അതാണ്. അതായത് പാരന്റിങ്ങിന്റെ ഒരു സംഗതി നോളജ് ബേസ്ഡ് പാരന്റിങ്ങും ആയിരിക്കണം. നമ്മൾ നോളജ് ബേസ്ഡ് 21st സെഞ്ചുറിയിൽ ജീവിക്കുമ്പോൾ നോളജ് ബേസ്ഡ് പാരന്റിങ്ങും ആയിരിക്കണം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരുടെ വൈ, ഹൗ, വാട്ട് എന്നൊക്കെ ഉള്ളതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. ആവുന്നതും അപ്പൊ നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് റിസർച്ച് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കണമല്ലോ. അങ്ങനെ ഗൈഡ് ചെയ്യാനും മേ ബി ഇപ്പോഴത്തെ കുട്ടികൾ 4ാം ക്ലാസ്സിലും ഒക്കെ ആകുമ്പോൾ തന്നെ ഇന്റർനെറ്റും ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ മേ ബി സൂപ്പർവൈസ്ഡ് ആയിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് ചില സംഗതികളുടെ ഉത്തരങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ചെറിയ 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 സംഗതികൾ, വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ സംഗതികൾക്കും ചെറിയ ഡൗട്ട്സുകൾക്കും